പെട്രോളിന് മാത്രമല്ല, അതുപോലെ തന്നെ ഡീസലിന് മാത്രമല്ല, നിങ്ങൾ നോക്ക്, മണ്ണെണ്ണയുടെ വില വർദ്ധിക്കുന്നു. നമ്മളുടെ പൊന്നാനി തീരദേശ മേഖലയിൽ ഇവിടെ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അവരുടെ മണ്ണെണ്ണയുടെ വില 150 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായോ കടലിൽ പോയി പണിയെടുത്താൽ പട്ടിണി മാത്രം മിച്ചമാകുന്ന മത്സ്യത്തൊഴിലാളികൾ ഉണ്ടാകുന്നു. നിങ്ങൾ നോക്കൂ, ഈ വിലക്കയറ്റം പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മാത്രമല്ല, രാജ്യത്തെ വാഹന നിർമ്മാണ മേഖലകളിൽ വലിയ അളവിൽ നിർമ്മാണം നിർത്തിവെക്കപ്പെടുന്നു. അതിന്റെ ഭാഗമായോ വാഹനങ്ങളുടെ വില വർദ്ധിക്കുന്നു. അപ്പുറത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. ഉൽപാദനം ഗണ്യമായി കുറയുന്നു. ഇതിന്റെ എല്ലാം ഭാഗമായി അരിയുടെയും പച്ചക്കറിയുടെയും പലവ്യഞ്ജനങ്ങളുടെയും മറ്റ് ഉൽപ്പന്നങ്ങളുടെയും എല്ലാം വില നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതപൂരിതമായ ഒരു വർത്തമാനത്തിലൂടെയാണ് ഇന്ന് ഇന്ത്യൻ ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്താകെ ചിപ്പ് നിർമ്മാണ മേഖലകളിലെ ഏറ്റവും ആവശ്യമായ ഘടകങ്ങളിലൊന്ന് ധാതു ലവണങ്ങളാണ്. അവ ഉൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രങ്ങൾ അവ നിർത്തിവെച്ചിരിക്കുന്നു. ഖനികൾ അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഭാഗമായോ അത്തരം മേഖലകളിലെ നിർമ്മാണം നിലച്ചുപോയിരിക്കുന്നു. നിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഗൾഫ് പണത്തിന്റെ വരവ് നിലച്ചതോടുകൂടി ഇത്തരം നിർമ്മാണ മേഖലയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്നു. നിർമ്മാണ സാമഗ്രികളുടെ വില വർദ്ധിക്കുന്നു. ഇതിന്റെ എല്ലാം ഭാഗമായുള്ള ദുരിതങ്ങൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തെയും തൊഴിലാളികൾ, സാധാരണ മനുഷ്യർ, സ്ത്രീകൾ, കുട്ടികൾ അനുഭവിക്കുന്ന ഒരു കാലത്താണ് നാം ഈ മെയ് ദിനം ആചരിക്കപ്പെടുന്നത് എന്നത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഈ ഇന്ത്യക്കകത്ത് നാം സൂചിപ്പിക്കപ്പെട്ടതുപോലെ 8 മണിക്കൂർ തൊഴിൽ, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും വർക്കേഴ്സ് കോഡ് ഇന്റർനാഷണലുമെല്ലാം അംഗീകരിക്കപ്പെട്ട തൊഴിൽ നിയമങ്ങൾ, നയങ്ങൾ ഇന്ന് ഭരണകൂടം കവർന്നെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഭാഗമായോ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരവും സ്വാതന്ത്ര്യപൂർവവും നിലനിന്നിരുന്ന തൊഴിൽ നിയമങ്ങളുണ്ട്. ആ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികളോട് പക്ഷപാതിത്വമുള്ള നിയമങ്ങളാണ്. തൊഴിലാളികളോട് പക്ഷപാതിത്വമുള്ള, തൊഴിലാളികളുടെ അവകാശങ്ങൾ, അവന്റെ കൂലി, വേതനം, ശമ്പളം, അവന്റെ ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, അവന്റെ സാമൂഹിക സുരക്ഷിതത്വം, അവന്റെ മക്കളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇവയെല്ലാം അഭിസംബോധന ചെയ്യുന്ന, അനുഭാവപൂർവം പരിഗണിക്കുന്ന ആ തൊഴിൽ നിയമങ്ങളാകെ അബോളിഷ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്നു, ഇല്ലാതാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായി 44 തൊഴിൽ നിയമങ്ങളിൽ നിന്ന് 29 തൊഴിൽ നിയമങ്ങൾ ഏറ്റെടുത്ത് അവ നിർത്തലാക്കി പകരം 4 ലേബർ കോഡുകൾ നടപ്പിലാക്കപ്പെടുകയാണ്. ആ ലേബർ കോഡുകളാണ് ഇന്ന് ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ തൊഴിലാളി സമരങ്ങൾ. ഉത്തരേന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലായി, നോയിഡയിലും ജാർഖണ്ഡിലും ബീഹാറിലും രാജസ്ഥാനിലും ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിലുമായി ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികൾ പണിമുടക്കി തെരുവിലിറങ്ങി ഭരണകൂടത്തിനെതിരായ RSS നിയന്ത്രിത BJP ഭരിക്കുന്ന യൂണിയൻ ഗവൺമെന്റിനെതിരായി നിങ്ങൾ ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റാണ് എന്ന് പ്രഖ്യാപിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഉത്തരേന്ത്യയിലെ പണിമുടക്കുന്ന തൊഴിലാളികൾ നഗര കേന്ദ്രങ്ങളിലേക്ക്, സമരചത്വരങ്ങളിലേക്ക് കടന്നു വന്ന് ത്യാഗസുരഭിലമായ രണോത്സുകമായ സമരങ്ങൾക്കാണ് ഇന്ന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്ക്, കർഷകർക്കെതിരായ കരിനിയമങ്ങളെ ഇല്ലാതാക്കാൻ കർഷകർ ഒരുമിച്ചിറങ്ങിയതുപോലെ ഇതാ ഇന്ത്യയുടെ സമര ചരിത്രത്തിനകത്ത് പുതുചരിതം എഴുതി ചേർക്കുന്ന തൊഴിലാളി മുന്നേറ്റത്തിനാണ് ഇന്ത്യയുടെ തലസ്ഥാന നഗരവും